വലിയ സന്തോഷത്തോടെയാണ് ഈ കൺവെൻഷനിൽ ഞാൻ നിൽക്കുന്നത്. കാരണം ഒന്നാമത്തെ സന്തോഷം എന്ന് പറയുന്നത് തിരുമേനിയായതിനു ശേഷം എനിക്ക് ആദ്യമായിട്ടാണ് തിരുമേനിയെ കാണാനുള്ള ഒരു ഭാഗ്യം. അതിനു മുൻപ് തിരുമേനിയോട് കൂടെ അച്ഛനായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരു യാത്രയും ഒരുമിച്ച് ഒരു റൂമിൽ സിനഡിന്റെ ഒരു മിഷൻ കോൺഫറൻസിൽ ഞങ്ങൾ ചെലവഴിച്ച സമയം ഞാൻ ഓർക്കുക. ഇപ്പൊ തിരുമേനിയോട് പറഞ്ഞപ്പോഴാണ് തിരുമേനി അതൊരു സർപ്രൈസ് ആയിട്ട് തിരുമേനിക്ക് തോന്നിയത്. ഏറിയ സന്തോഷമുണ്ട്. എൻ്റെ അമ്മയുടെ പിതാവ്, എൻ്റെ അമ്മ ജനിച്ച സ്ഥലമാണ് ഇവിടെ. 1947 ആണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമാണ് എൻ്റെ അമ്മ ജനിക്കുന്നത്. അന്ന് എൻ്റെ അമ്മയുടെ പിതാവ് ഇവിടെ എല്ലംപുറം ദേവാലയത്തിൽ ഉപദേശിയായി സേവനമനുഷ്ഠിച്ച സമയം എനിക്ക് 2018 ആ ദേവാലയം കാണാനൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതല്ലാതെ മറ്റു പരിചയങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് ഏറിയ സന്തോഷമുണ്ട്. എന്നെ ഈ ഇതിലേക്ക് ക്ഷണിച്ച വന്യ അച്ഛന്മാരോടുള്ള എൻ്റെ സ്നേഹമാദരവ് വന്നപ്പോൾ തന്നെ 2 കൈക്കാരന്മാരെ കണ്ടു. അവരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടുന്ന സഹോദരി സഹോദരന്മാര്, ഫ്രാൻസിസ് തിരുമേനിയുടെ കൊച്ചമ്മ. ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് ഇങ്ങനൊരു ഷോള് കിട്ടാൻ ഒരു ഭാഗ്യം ലഭിച്ചല്ലോ എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. അതിനുള്ള ഒരു അവസരം ദൈവം തന്നല്ലോ. തിരുമേനിയുടെ നല്ല വാക്കുകൾ ദീർഘവർഷങ്ങള് ഞാൻ ഓർക്കുന്നത് 2007 എൻ്റെ ചിന്ത. തിരുമേനിയോട് കൂടെ യാത്ര ചെയ്ത ആ സമയം, അച്ഛനായിട്ട് യാത്ര ചെയ്ത സമയം. അപ്പൊ അതൊക്കെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. പിന്നെ മറ്റു കാര്യം തിരുമേനി ആയതും ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് വന്ന് കാണാനോ ഒന്നും ഞാൻ പിന്നെ ആഗ്രഹിച്ചിട്ടില്ല. കാരണം പിന്നെ പരിചയപ്പെട്ടാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ഒത്തിരി പിന്നെ മടിച്ചത്. എങ്കിലും ഇതുപോലൊരു അവസരം ദൈവം നമുക്ക് തന്നപ്പോൾ അത് കാലം അനുവദിച്ച ഒരു സമയം, ദൈവം അനുവദിച്ച ഒരു സമയത്ത് തിരുമേനിയോടൊപ്പം ഇരിക്കുക എന്നത് ഞാൻ കാത്തിരുന്ന ഒരു എന്തെങ്കിലും സാധിക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അത് അത്രയും വർഷങ്ങൾക്ക് ശേഷം 2007, ഇപ്പോ 2024, എത്ര വർഷമായി. അങ്ങനെ ഒരു വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ ഇടവപ്പെട്ടക്കാരൻ എളുപ്പത്തിരിക്കുമ്പോഴാണ് ഞാൻ 2018 അവിടെ ഒരു ക്രിസ്മസ് കരോളിന് വന്നത്. ഇത് ഞാൻ പറഞ്ഞത് പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയാറില്ല. ഇത് ഒരു പരിചയപ്പെടലും ഒരു സന്തോഷവും കൂടി ആയതുകൊണ്ട് നമുക്ക് ചില വേദഭാഗങ്ങളിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ 3 ദിവസം ചെലവഴിക്കുന്നത്. ഒരുക്കം അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു വാക്യം എനിക്ക് ലഭിച്ചത്. എല്ലാം ഒരുക്കത്തിന്റെ ഭാഗങ്ങളാണല്ലോ. അതുകൊണ്ട് റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ
8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി നിനക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന നിലയിലുള്ള ചില പദങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം എന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ ഒരുക്കം എന്ന ആ ഒരു കാര്യത്തോട് ചേർന്ന് എൻ്റെ ഒരു ആഗ്രഹം, ചെറിയൊരു പോർഷൻ ആയതുകൊണ്ട് നമുക്കതൊന്ന് ദിവസമുള്ളവരെ അല്ലെങ്കിൽ മൊബൈലുള്ളവരെ അതെടുത്തിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. വായിച്ചതിന് ശേഷം അതിൽ നിന്ന് ചില ചിന്തകൾ പറയാൻ ആഗ്രഹിക്കുക. റോമാലേഖനം 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാം എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാനായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയന മോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. കർത്താവ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് ചില വെളിച്ചമെന്ന് തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗം വായിച്ചു വിട്ട ഒരു കാര്യമാണ് പല പ്രാവശ്യവും നമ്മൾ. എന്നാൽ നമ്മുടെ ഈ ഗുരുവാക്യവുമായി ചേർന്ന് വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർത്തിരിക്കാനുള്ള 3 പദങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊരു ഒരുക്കമാണ്. 11-ാം വാക്യത്തിൽ ഒരു പ്രത്യേക പദം എഴുതി വെച്ചിട്ടുണ്ട്, നാഴിക. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. നമ്മുടെ കുറിവാക്യവുമായി അതിന് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് ദൈവപുത്രൻ നിര്യാത്ത നാഴികയിൽ ദൈവപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഈ പദത്തോട് ചേർന്ന് ഈ ഒരു ഒരുക്കം എന്ന ഒരു ഇതിനോട് ചേർത്ത് നമ്മൾ 3 ദിവസങ്ങളിലായി ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ദിവസം നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം കമ്മിറ്റ്മെന്റ് എന്ന പ്രതിബദ്ധത. കാരണം എന്തിനോടാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്ക് കണ്ടോ? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. എന്തിനങ്ങനെ പറയാൻ കാരണം എന്താ? സമയം ഓടുകയാണ്. അധികം സ്പീഡിൽ ടൈം ഓടുക. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ 3 ദിവസങ്ങളിലായി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും പ്രയോജനമാകത്തക്ക വിധത്തിൽ ഉള്ള ആദ്യത്തെ പോയിന്റ് ആണ് കമ്മിറ്റഡ് ലൈഫ്, അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തീയ പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് എന്ന ഒരു കാര്യം.
ഒരു പുസ്തകം തന്നെയുണ്ട്. അതായത് ദ കമ്പനി ഓഫ് ദ കമ്മിറ്റഡ്. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. നിങ്ങളത് നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ദ കമ്പനി ഓഫ് ദ കമ്മിറ്റഡ്. എന്തിനാണ് ഈ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള നമ്മുടെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങളാണ് ഇത് നമ്മൾ ചിന്തിക്കുന്നത്. നാളുകൾ മുൻപോട്ട് പോകുമ്പോൾ we should be committed to 3 things. 3 കാര്യങ്ങളോട് നമുക്ക് പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. നമുക്ക് ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒന്നാമത്തേത് 8-ാം വാക്യം. അതിന്റെ 8-ാമത്തെ വാക്യം എന്താ വാക്യം? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. സോ ഒന്നാമത്തേത്, എനിക്ക് എപ്പോഴും ഇഷ്ടം ആ ഒരു എക്സ്പോസിഷൻ ആണ് ഇഷ്ടം. ആ ഭാഗത്ത് നാം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്, അല്ലാതെ ഇങ്ങനെ കറങ്ങി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഒന്നാമത്തേത് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. ഓർത്തിരിക്കാൻ എളുപ്പ സ്നേഹം. രണ്ടാമത്തേത് അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ്, അടുത്ത പദം ഏതാണ്? വെളിച്ചം. അപ്പോൾ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്. ഓർത്തിരിക്കാൻ എളുപ്പം. തിരുമേനി പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും നമ്മുടെ ഈ ഡയസസ് എടുത്തിരിക്കുന്ന ആ പ്രത്യേക വാക്യം ആരാധന എന്ന ഒരു കാര്യം ഇപ്പോൾ തിരുമേനിയിൽ നിന്നാണ് ഞാൻ തിരുമേനി പറഞ്ഞപ്പോഴാണ് ഇത് കേട്ടത്. ഇതെല്ലാത്തിനോടും ബന്ധപ്പെടുത്താവുന്ന കാര്യമാണ്. പക്ഷേ ഈ കാലങ്ങളിൽ ഇവിടെ കോണ്ടെക്സ്റ്റ് വളരെ പ്രത്യേകത. കാരണം ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരാൻ നാഴിക വന്നിരിക്കുന്നു. കണ്ടോ? നിര്യാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. ഇതെല്ലാം എടുത്തു നോക്ക്. സോ വി കൻ റിലേറ്റ്. ചിലതിനോട് നമുക്ക് ചേർത്ത് നിർത്താം. എന്താണ്? ഇപ്പോൾ ഒരു നിര്യാത്ത നാഴിക. പ്രിയപ്പെട്ടവര്, ഇതൊക്കെ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയണം എന്നെനിക്കുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിന്റെ ആ ഒരു പരിമിതി, പിന്നെ പുതിയതാണ് ഞാനിവിടെ, ആളുകൾ എങ്ങനെയുള്ളതാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ നിരവധി ഉള്ളിലൊരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേത് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. സ്നേഹം. എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നാമത്തെ 3 കൂട്ടം കാര്യം പറഞ്ഞിട്ട് നമുക്കതിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തേത് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. സ്നേഹത്തോടുള്ള പ്രതിബദ്ധത. ഞാൻ ചോദിച്ചോട്ടെ, കേൾക്കാമല്ലോ എല്ലാവർക്കും അല്ലേ? പ്രായമൊക്കെ ചെന്നായതുകൊണ്ട് ഉറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലേ? നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. 2, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ വെളിച്ചത്തിന്റെ അപ്പോൾ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്. വെളിച്ചം. ലവ്, ലൈറ്റ്. ഇനിയും ഒരു പദം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നു. 14-ാം വാക്യം, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ. അപ്പോൾ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലോർഡ്, കർത്താവ്. അപ്പോൾ പ്രതിബദ്ധത ആരോടൊക്കെ വേണം? ഒന്ന്, സ്നേഹത്തോടുള്ള പ്രതിബദ്ധത, ലവ്. ഓർത്തിരിക്കുന്ന 2, വെളിച്ചത്തോടുള്ള പ്രതിബദ്ധത, ലൈറ്റ്. എല്ലാം എല്ലിൽ തുടങ്ങുന്നത്. 3-ാമത്തേത് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലോർഡ്, കർത്താവ്. അങ്ങനെ നമുക്ക് ചിലതിനെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് എക്സ്പോസ് ചെയ്യുന്നതാണ്. എക്സ്പോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അതിനെ വിവരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ചിലത് അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്താണ് പറഞ്ഞത്? കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. അത്
നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? എങ്ങനെയാ കമ്മിറ്റ്മെന്റ് നടത്തുക? അത് അന്യോന്യമുള്ള ബന്ധത്തില്. 2, വെളിച്ചം അത് എന്നോടുള്ള ബന്ധത്തിലാണ്. 3-ാമത്തേത് കർത്താവിനോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ 3ഉം പ്രതിബദ്ധതയാണ്. ലവ്, ലൈറ്റ് ആൻഡ് ലോർഡ്. എന്നാൽ അതെങ്ങനെയാണ്? ലവ് എന്ന് പറയുമ്പോൾ അത് പരസ്പരം, അന്യോന്യം. വെളിച്ചം എന്നോട്, 3-ാമത്തേത് കർത്താവിനോട്. ഇതിനെ ഈ വിധത്തിൽ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്കറിയാവുന്ന ഇതിന്റെ പശ്ചാത്തലം എനിക്കിപ്പോൾ വിവരിക്കാൻ സമയമില്ല. പൗലോസ് അപ്പോസ്തലൻ ഇത് എവിടെ വെച്ച് എഴുതുന്നു, എന്താണ് അതിന്റെ പശ്ചാത്തലം എനിക്കിപ്പോൾ എനിക്ക് പറഞ്ഞു പോയാൽ ഇത് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റാതെയാണ്. ഇത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ, റോമാലേഖനത്തെ കുറിച്ച് പറയുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ബൈബിൾ ഇൻ ദ ബൈബിൾ എന്നുള്ളതാണ്. വേദപുസ്തകത്തിലെ ഒരു വേദപുസ്തകമാണ് ഏത്? റോമാലേഖനം. അത് എല്ലാവർക്കും അത് പരിചയമാണോ എന്ന് എനിക്കറിയത്തില്ല. ദിസ് ഈസ് എ ബൈബിൾ ഇൻ ദ ബൈബിൾ. അത് കാരണം അതിനകത്തെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് പൗലോസ് അപ്പോസ്തലന്റെ ആ ശൈലി ഒന്ന് എടുത്തു നോക്കിയാൽ ആദ്യത്തെ അധ്യായങ്ങൾ മുഴുവനും ഉപദേശങ്ങളാണ്. പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് പ്രായോഗികം, പ്രാക്ടിക്കൽ. ഇത് പൗലോസ് അപ്പോസ്തലന്റെ ശൈലി ഏത് ലേഖനങ്ങൾ എടുത്തു നോക്കിയാലും കാണാവുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കേണ്ട 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഉറക്കത്തിൽ ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ. കാരണം എന്താ? അത് 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, രാത്രി കഴിവാറായി. അതുകൊണ്ട് നമുക്കറിയാം, ഇത് പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു ലേഖനത്തിൽ, എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇതുപോലൊരു വാക്യം എടുത്തു പറയുന്നുണ്ട്. അത് നമ്മളോടുള്ള ഒരു വാക്യമാണത്. ഏതാണ്? എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇതുപോലൊരു വാക്യമുണ്ട്. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. എന്നിട്ട് പറയുന്നു, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലും. പോകട്ടെ, എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്താ? അതെല്ലാം ഈ റോമാലേഖനം പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഉറക്കത്തിൽ നിന്നുണരുക എന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യം. 2, എന്താ അവിടെ പറയുന്നത്? രാത്രി കഴിവാറായി. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. 11-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് അവർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്, സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ച്, ഇവിടെ പറയുന്ന വാക്ക് നമുക്ക് നോക്കാം. 8 മുതലാണ് നമ്മുടെ വിഷയം. വാക്യം 8 മുതലാണ് നമ്മുടെ പ്രസംഗ വിഷയം. 8 മുതലാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അതെന്തോ അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അതെന്തൊരു പദമാണ് പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. ഞാനിത് പഠിച്ചു വന്നപ്പോൾ എനിക്ക് ചോദ്യം എന്നോട് തന്നെ ചോദിച്ചു, അതെന്താ പൗലോസ് അപ്പോസ്തലൻ പറയുക? അതായത് മറ്റൊന്നിനോടും കടപ്പെട്ടിരിക്കണ്ട. അല്ല, കാരണം എന്നാ? അത് ഞാനൊരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നിങ്ങൾ നോക്കിക്കേ, 1:14, റോമാലേഖനം 1:14 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കെന്താ? 1:14 നോക്കിക്കേ, യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ.
അതെന്താ പൗലോസ് ഇവിടെ പൗലോസ് പറയുക ഞാൻ കടക്കാരല്ല, പക്ഷെ ഇവിടെ പറയുന്നു ആരോടും ഒന്നിനും കടപ്പെട്ടിരിക്കരുത്. അതെന്താ അതിന്റെ അർത്ഥം? നോക്കിക്കേ, പൗലോസ് ഞാൻ ഇതോട് പറയുമ്പോഴേ അതിന്റെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. 14 പറയുന്നു, 14 പറയുന്നു ഞാൻ കടക്കാരനാകുന്നു. 8:12 എടുത്ത് നോക്കിക്കേ, 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നോക്കിക്കേ, അവിടെയും പൗലോസ് കടക്കാരനാ. എവിടെ? 8:12 അവിടെ എഴുതി വെച്ചിരിക്കുന്നു, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. നോക്കിക്കേ, ജഡത്തിനല്ല കടക്കാരനാകുന്നത്. മറ്റൊരു വാക്യം എടുത്ത് 13-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, 13:7 എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ. എന്താ പറയുന്നത്? നികുതി കൊടുക്കേണ്ടതിന് നികുതി, ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഇതെല്ലാം പൗലോസ് പറയുക. ഇവിടെ പറയാണ്, നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്നേഹിക്കുന്നതല്ലാതെ, അപ്പോൾ പൗലോസ് ഇതിന് മുമ്പ് പറയുന്ന വാക്കുകളെല്ലാം നോക്കിക്കേ, പൗലോസ് കണക്കാരല്ല. പക്ഷെ ആ വാക്യങ്ങള് ശരിയായ ഒരു പഠനത്തിലൂടെ, നമ്മള് ഒരു ധ്യാനത്തിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതായത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ കടങ്ങളും നമ്മൾ വീട്ടും, നമുക്ക് വീട്ടാൻ സാധിക്കും. പക്ഷേ നമ്മളെല്ലാ കടങ്ങൾ വീട്ടുമ്പോഴും ഈ സ്നേഹം അവിടെ നിലനിൽക്കണം എന്നുള്ള ഒരു പ്രത്യേക കാര്യം പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കിക്കേ, എത്ര വ്യക്തമായിട്ടാണ്. പല കടകളുണ്ട്, അതെല്ലാം ഒരുപക്ഷെ നമ്മൾ കൊടുത്തു തീർത്താലും ഒരു കാലത്തും കൊടുത്തു തീർക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് സ്നേഹം, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. കാരണം പൗലോസ് പറയുന്നുണ്ട്, ഈ സ്നേഹം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? നിരയാത്ത നാഴികയിലേക്ക് നമ്മൾ നീങ്ങുന്നു, സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ കാണുന്ന കാര്യം എന്തുവാ? പലരോടും നീ എനിക്ക് തന്നത് എന്താ പിടിച്ചോ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുന്നു. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട ഘടകം എന്തുവാണ്? സ്നേഹം. അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാ കടങ്ങളും നമുക്ക് വീട്ടാൻ സാധിക്കുമെങ്കിലും ഈ കടം നമുക്കൊരു കാലത്തും വീട്ടാൻ കഴിയുന്നതല്ല. കാരണം എന്തുകൊണ്ടാണ്? എന്റെ ദൈവം അവിടുത്തെ പുത്രനിലൂടെ എന്നോട് കാണിച്ച സ്നേഹം അത്ര വലുതായതുകൊണ്ട് ആ സ്നേഹത്തിന്റെ മുമ്പിൽ എനിക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നോക്കിക്കേ, എന്നാൽ അത് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്, എന്നാൽ സത്യം അനുസരിക്കുകയാൽ. ആ വാക്യം എന്താ? 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം എന്താ? ആർക്കെങ്കിലും വായിക്കാമോ? 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 22. ഹൃദയപൂർവം അന്യോന്യം ഉറ്റ സ്നേഹിപ്പീൻ എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ, അവിടുത്തെ പദം കണ്ടോ? സത്യം അനുസരിക്കുകയാണ്, അല്ലേ? അവിടെ എല്ലാം ഓരോ പദങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച്, എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്? അത് പറയാൻ ഒരു കാരണമുണ്ട്. അതാണ് അനേക വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്നു. 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, പെസഹ പെരുന്നാളിന് മുൻപേ ഞാൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക. കേട്ടോ? അപ്പോൾ ഈ കർത്താവിന്റെ പ്രതിബദ്ധത എന്തുമായിരുന്നു? ആ പ്രതിബദ്ധത
ഈ നാഴിക വരുന്നു. അപ്പോൾ കർത്താവ് ഏറ്റവും കൂടുതൽ, നമ്മുടെ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു കാര്യം എന്തുവാ? നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ എങ്ങനെയാ സ്നേഹിച്ചത്? അവസാനത്തോളം കണ്ടോ, അവസാനത്തോളം സ്നേഹിച്ചു. ഇന്ന് ഈ കൺവെൻഷന്റെ ആദ്യത്തെ രാത്രിയിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, കർത്താവ് ആ നാഴിക തിരിച്ചറിഞ്ഞപ്പോൾ കർത്താവിന്റെ കമ്മിറ്റ്മെന്റ് കണ്ടോ? നാഴിക വരുമ്പോൾ കർത്താവിന്റെ കമ്മിറ്റ്മെന്റ് കണ്ടോ? ആരെ സ്നേഹിച്ചു? അവരെ അവസാനത്തോളം സ്നേഹിച്ച സ്നേഹം. ഇത് വേറെ ഏതെങ്കിലും കൂട്ടായ്മയിലായിരുന്നെങ്കിൽ ജനം നിന്ന് ഹല്ലേലൂയ പറഞ്ഞേനെ. നമ്മൾ പിന്നെ പറയത്തില്ല, നമ്മുടെ സ്വഭാവം അതാണ്, നമ്മുടെ ആ രീതി നമ്മൾ അങ്ങനെയാണ്. അത് ഇത് പറയാൻ കാരണം ഞാൻ CSI ജനിച്ചു വളർന്ന എന്റേതായതല്ല. അപ്പൊ ഞാനതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് പറയുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, കർത്താവിന്റെ നാഴിക അടുത്ത് വന്നപ്പോൾ കർത്താവ് ഏറ്റവും കൂടുതൽ ചെയ്തത് അവസാനത്തോളം സ്നേഹിച്ചു. ഒരു പാട്ടുണ്ട്, കൽവറിയിൽ കാരുണ്യമേ ഏകുന്നു തന്മേനിയിൽ കർത്തരേശു എന്നേർക്കായി കഷ്ടങ്ങൾ സാധിച്ചല്ലോ. പഴയ പാട്ടാണ്. ഞാനിത് പറഞ്ഞില്ലേ, എന്റെ അപ്പച്ചൻ, എന്റെ അമ്മയുടെ അപ്പൻ ഉപദേശിയായതുകൊണ്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം ഇവിടെ നിന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ സ്കൂളിൽ പഠിക്കുക, അപ്പച്ചനുണ്ട്. ഒരു ആവശ്യത്തിന് അപ്പച്ചന്റെ അടുക്കൽ മൈക്കിൾ ജോൺ തിരുമേനി അപ്പച്ചന്റെ അടുക്കൽ വന്നു. കാരണം ഈ അപ്പച്ചന്റെ കൂടെ നടന്ന ഒരാളാണ് ഈ മൈക്കിൾ ജോൺ തിരുമേനി. അപ്പൊ ഞാന് തീരെ പൊടിക്കൊച്ച. അപ്പൊ ഈ തിരുമേനി ആയതിനു ശേഷം വന്നതാണ്, അപ്പച്ചനെ കാണാനായിട്ട് വന്നതാണ്. കോട്ടയത്ത് വന്നപ്പോൾ അപ്പച്ചനെ കാണാനായിട്ട് വന്നപ്പോ ഞാൻ അവിടെ ഉണ്ട്. അപ്പൊ അപ്പച്ചോട് ചോദിച്ചു, ലൂക്കോസ് ജോൺ സാറേ ഇതാരാണ്? എന്റെ കൊച്ചുമോനാണ്. എന്നെ ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ വല്യപ്പനെ നീ ശരിക്കും അറിഞ്ഞോണം. ഞാൻ ആ പറഞ്ഞ വാക്ക് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അതിനുശേഷമുള്ള ഓരോ കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾ നോക്കിക്കേ, ഇത് പറയാൻ കാരണം തിരുവേദി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ അതുപോലെ അടുപ്പമാണ് പോലെ കുഞ്ഞെ എന്നെ കൊച്ചേന്നാ വിളിച്ചത്. എന്നിട്ട് എന്നെ പോകാൻ നേരത്തെ എന്നെ മുഖത്തോട്ട് ഒരു ചെറിയൊരു അടിയും കൂടെ തന്നിട്ട് പറഞ്ഞു, നീ ഈ അപ്പച്ചനെ എന്ന് നീ ഓർക്കും. അതുപോലെ ആ കാലങ്ങളിൽ ആ തിരുവേദി നടന്ന ആ സമയങ്ങളൊക്കെ ഓർത്ത് അപ്പച്ചന് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുകൊടുത്ത് എന്നിട്ട് തിരുവേദി പോയതാണ്. പിന്നെ അതിനുശേഷം അപ്പച്ചൻ മരണപ്പെട്ടു. ഞാൻ ഓർക്കുന്നത് ഞാൻ പറയാൻ കാരണം, എനിക്കിവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഇതുണ്ട്. ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടൊന്നുമില്ല, പക്ഷെ എങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, അവസാനത്തോളം ആരെ സ്നേഹിച്ചോ അവരെ അവസാനത്തോളം വരെ ഇവിടെ ഈ പൗലോസ് പറയുന്ന കാര്യം എന്തുവാ? അവർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്, സ്നേഹം എങ്ങനെയായിരിക്കണം? നിരാത്ത നാഴിക വരികയാണ്. ഇത് നമ്മൾ അന്യാധീനപ്പെട്ടു പോകുന്ന ഈ കാര്യം ഞാൻ ഇവിടെ പറയുമ്പോൾ കർത്താവ് കാണിച്ച മാതൃക ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അല്ല, ഞാൻ എന്റെ ആശയം പറയുകയല്ല. നിങ്ങൾ നോക്കിക്കേ, എന്താ മാളികമുറിയിൽ കർത്താവ് ആ അവസാന സമയങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് കാണിച്ചത് കണ്ടോ? ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഒരു പഴയ ഒരു പാട്ടുണ്ട്, ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചത് തീർപ്പാനാവില്ലെനിക്ക്, ദൈവസ്നേഹം ചൊല്ലാനാവില്ലെനിക്ക്, വർണ്ണിച്ചത് തീർപ്പാൻ
എനിക്ക് അഴിയുമാണ് ദൈവത്തിന്റെ സ്നേഹം കുന്നുകളിലേറും അതിലുയരം. പിന്നൊരു വാക്കുണ്ട്, അമ്മ മറന്നാലും മറന്നിടാത്ത അനുഭവ സ്നേഹം, അതുല്യ സ്നേഹം. പഴയ പാട്ടാണ്. ദൈവസ്നേഹം ചൊല്ലാൻ ആവില്ലെനിക്ക്, വർണ്ണിച്ചത് തീർപ്പാൻ ആവില്ലെനിക്ക്. തനിക്കുള്ളവരെ അവസാനത്തോളം സ്നേഹിച്ചു. പൗലോസ് തന്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്, സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത. നോക്കട്ടെ, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ വിടുകയാണ്. 2, അതിന്റെ 19-ാമത്തെ വാക്യം, റോമാലേഖനമാണല്ലോ നമ്മുടെ വിഷയം. അതിന്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 13-ാം അധ്യായം, നമ്മൾ വായിച്ച പോലെ അതിന്റെ 12-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യം എന്താ വാക്യം? രാത്രി കഴിയുവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്, വെളിച്ചത്തോടുള്ള. അപ്പോൾ എന്താണ് വെളിച്ചം? വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യോടൊപ്പം എടുത്തു നോക്കിക്കേ, വെളിച്ചം എന്തുകൊണ്ടാണ്? ദൈവം സൃഷ്ടിച്ചപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ വെളിച്ചത്തെ കുറിച്ച് എനിക്ക് വേദവാക്യങ്ങളൊക്കെ എടുത്ത് തെളിയിക്കണമെന്ന്, പക്ഷെ അതിന് നമുക്ക് 2 വിധത്തിൽ ആ വെളിച്ചത്തെ നമുക്ക് കാണാം. ഒന്ന്, മോറലി, അതായത് അതിനെ കാണിക്കുന്ന ഒരു കാര്യം അത് വിശുദ്ധി. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് വെളിച്ചം എന്ന് പറയുന്നത് വചനത്തോടുള്ള ബന്ധത്തിലാണ്. എങ്ങനെയാണ് കാണാൻ സാധിക്കുക? നിന്റെ വചനം എന്റെ കാലിന്, ആ വാക്യം നിങ്ങൾക്കറിയല്ലേ? നിങ്ങളുടെ ഈ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശം. അപ്പോൾ ഇത് 2 വിധത്തിൽ. ഒന്ന്, മോറലി, അത് വിശുദ്ധി, ഹോളിനെസ്. മറ്റൊരു വിധത്തിൽ അത് ദൈവ വചനത്തെ കുറിച്ച് കാണിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണത്? യെസ് ടുവേർഡ്സ് ലൈറ്റ്. അപ്പോൾ നമുക്ക് ചില വാക്യങ്ങൾ അതിനോട് ചേർന്ന് മനസ്സിലാക്കണമല്ലോ. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 6-10 വാക്യങ്ങളിൽ ഇതിന് തെളിവ് കിടപ്പുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-10 വാക്യം. എന്താ വാക്യം? 6-ാം വാക്യം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ട് അറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. നിങ്ങൾ നോക്കിക്കേ, ആ 6-ാം വാക്യം 10-ാം വാക്യം എടുത്ത് നോക്കിക്കേ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കാഴ്ച ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും എന്ന് പൗലോസ് താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന ഈ വാക്യത്തിന്റെ അർത്ഥമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ നോക്കിക്കേ, 6-ാം വാക്യത്തിൽ എന്താ അവിടെ കാണുന്ന കാര്യമുണ്ടല്ലോ? ദൈവകൃപയെ എന്ത് ചെയ്യുക? ദൈവകൃപയെ അറിയുക. 10-ാം വാക്യത്തിൽ എന്താ കണ്ടത്? 10-ാം വാക്യത്തിൽ കണ്ടത് അവന്റെ ഇഷ്ടം അറിയുക. ഇത് 2 നോക്കിക്കേ. പൗലോസിന്റെ ലേഖനത്തിൽ വളരെ ആഴമേറിയ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ദൈവകൃപയെ അറിയണം. മറ്റൊന്ന്, അവന്റെ ഇഷ്ടം അറിയണം. ഇത് 2ഉം അറിയുമ്പോൾ നാം ദൈവത്തെ കുറിച്ച് അറിയാനായിട്ട് ദൈവം കൃപ തരും. അപ്പോൾ ഇവിടുത്തെ 2ാമത്തെ വിഷയം പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ. ഇതെന്താ? ഞാൻ നമ്മെ പറഞ്ഞതുപോലെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്, വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിശുദ്ധിയും ദൈവവചനവും അതിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നാം അതിനെ കാക്കേണ്ടത്? പൗലോസ് ചെയ്ത
ഏറ്റവും വലിയ മാതൃകാപരമായ ഒരു കാര്യം എന്താണ്? നമുക്കൊരു വാക്യം വായിക്കാം. ഏതാണെന്നറിയാമോ? അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5 അതിന്റെ 39-ാമത്തെ വാക്യം. ആ വാക്യം എന്താ വായിക്കുന്നത്? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നോക്കിക്കേ, അപ്പോൾ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ, ആ തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് ആരെ കുറിച്ചാണ് പറയുന്നത്? എന്നെ കുറിച്ച്. അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതാണ് തിരുവെഴുത്ത്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ നമ്മുടെ പ്രതിബദ്ധത ആരോടാണ്? ദൈവവചനത്തോട്. എന്തുകൊണ്ടാണ് ദൈവവചനത്തോട് പ്രതിബദ്ധത? അതിനകത്ത് എഴുതിയിരിക്കുന്നത്, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട്. ആരാണ് താൻ? യേശു ക്രിസ്തു, മറ്റാരുമല്ല. നോക്കിക്കേ, എത്ര വ്യക്തമായിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നുണ്ട്, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിരൂപിക്കുന്നു, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. കണ്ടോ, അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന വെളിച്ചത്തിന്റെ ആയുധം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഈ വെളിച്ചത്തെ കുറിച്ച് മറ്റൊരിടത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. എന്തുകൊണ്ടാ? 14-ാമത്തെ വാക്യം പറയുന്നുണ്ട്, എന്താ? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. താഴോട്ട് വായിക്കുന്നത് കണ്ടോ? ഇനി അത് 17-ാം വാക്യത്തിൽ വരുമ്പോൾ മറ്റൊരു കാര്യമാണ്, വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പിൻ, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്. അതെന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ആ വാളും കൈക്കൊള്ളുകയും. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്. എന്തിനാണ് നമ്മൾ ദൈവവചനത്തോട് ഈ ഒരു കമ്മിറ്റ്മെന്റിന്റെ ആവശ്യം? എന്താ? നാഴിക വരുന്നു, വളർന്നിരിക്കണം. ഒന്നാമത്തെ കാര്യം സ്നേഹത്തോട്. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവസാനത്തോളം താൻ സ്നേഹിച്ചു. 2, വെളിച്ചത്തോടുള്ള ബന്ധത്തിലാണ്. ആ വെളിച്ചത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ വെളിച്ചത്തിൽ ആരെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം? അപ്പൊ കർത്താവ് പറയുക, നിങ്ങൾ തിരുവെഴുത്തുകളിൽ എന്താ അന്വേഷിക്കുന്നത്? നിങ്ങൾ തിരുവെഴുത്തുകളിൽ ശോധന ചെയ്യുന്നുണ്ട്, അവയിൽ നിങ്ങൾ നിത്യജീവനുണ്ടെന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. പക്ഷെ അല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്നത് തന്നെ കുറിച്ചാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പള്ളിയിൽ വരുമ്പോൾ വേദപുസ്തകം കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അവർ കമ്മിറ്റ്മെന്റ് ടു അവർ, നമ്മുടെ കർത്താവിനോട് നമ്മുടെ പ്രതിബദ്ധതയാണ്. വെളിച്ചം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ കുന്ന് അല്ലെങ്കിൽ ആരും കയറാതെ ഈ സ്ഥലത്ത് വെളിച്ചം വന്നത് എപ്പോഴാ? നിങ്ങൾക്കറിയാം. നിങ്ങൾ എല്ലാവരും ഒറ്റ വാക്കിൽ പറയും. എന്തുകൊണ്ടാ? ഇവിടെ മിഷണറിമാർ വന്നപ്പോൾ അവർക്ക് ചെരുപ്പ്, അവരുടെ പാതയ്ക്ക് പ്രകാശം കൊടുത്ത്, ഈ ദേശത്തിന് പ്രകാശം കൊടുത്ത് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠന്മാരായി മാന്യന്മാരായി തീർന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ലൈറ്റ്. ഈ വെളിച്ചം വന്നതുകൊണ്ട്, ആ വെളിച്ചത്തിന്റെ മക്കളായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നത്, എല്ലാ സകല നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് വരുന്നു. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. രണ്ടാമത്തേത്, ഇത് എഴുതിയിരിക്കുന്നത് മറ്റാരെ കുറിച്ചും ആശയമല്ല, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ചാണ്. അതുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്. വേദപുസ്തകം പിടിച്ചോണ്ട് ഈ കുന്ന് കയറി വന്നത്
വേദപുസ്തകം പിടിക്കുമ്പോൾ ആളുകൾ കാണും ഇവൻ എന്തോ ഒരു വെളിച്ചമുണ്ട്. നമുക്ക് ഒരുപാട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യമാണ്. നമുക്ക് പോരാട്ടമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒടുവിൽ കർത്താവിലും അവന്റെ ബലത്തിലും. അതെന്താ കാരണം? അതാണ് പൗലോസ് അപ്പോസ്തലനോട് പറയുന്നത്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം പറയുക. എഫെസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം അവിടെ കാണുന്ന 14-ാമത്തെ വാക്യത്തിൽ എന്താ കാണുന്നത്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. അപ്പോൾ നോക്കിക്കേ, ഇത് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അത് എവിടെ കെട്ടണം? എവിടെ കെട്ടണം? അരയ്ക്ക്. ഈ സത്യം എവിടെ കെട്ടണം? അരയ്ക്ക് കെട്ടണം. എന്നാൽ 17-ാം വാക്യത്തിൽ വരുമ്പോൾ ഇതെവിടെ കെട്ടണം എന്നാ പറയുന്നത്? ഇതെവിടെ കെട്ടണം? 17-ാമത്തെ വാക്യത്തിൽ രക്ഷയെന്ന അല്ലേ രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാള് അതെവിടെ പിടിക്കേണ്ടത്? അത് കയ്യിലാണ് പിടിക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, ഇത് തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒരിടത്ത് പറയുന്ന അതേ ഭാഗത്ത് തന്നെ പറയുന്നു അത് അരക്ക് കെട്ടണമെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു അത് കയ്യിൽ പിടിക്കണം. ഞാനിത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന എന്താ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ബെൽറ്റ് എന്താ? ഈ ബെൽറ്റ് ഉദ്ദേശിക്കുന്നത് അത് നമ്മെ മുറുകെ പിടിക്കും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ താഴോട്ട് എഴുതുമ്പോൾ പറയുകയാണ് ഇത് വാള. അതുകൊണ്ട് ഇത് 2-ാമത്തെ കാര്യം, നാം മുറുകെ പിടിക്കേണ്ടതാണ് ദൈവവചനത്തെ. കണ്ടോ? ഒന്ന്, ഇത് രണ്ടുമുണ്ട്. എന്ത് ചെയ്യണം? ഒന്ന്, ഈ സത്യം എന്നെ മുറുകെ പിടിക്കും. 2, ഈ സത്യം ഞാൻ മുറുകെ പിടിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്ക് ജയിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. കാരണം എന്തുകൊണ്ടാണ്? ഈ തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ചായതുകൊണ്ടാണ്. അതാണ് നമ്മൾ തിരിച്ചത്. ഞാനിത് പറയുമ്പോൾ കുറച്ച് ഡീപ്പാണെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ കുറച്ച് ഡെപ്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്നാ, ഇത്രയ്ക്ക് അനുഗ്രഹം പ്രാപിച്ചില്ലേ? ഇനി പാൽ മാത്രം കുടിച്ചാൽ മതിയോ? കുറച്ച് കട്ടിയായ ആഹാരം കഴിക്ക്. ഇത്ര നന്മയൊക്കെ അനുഭവിച്ചില്ലേ? എല്ലാം നല്ലതാണ് നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഇനി ഈ പാല് മാത്രം കുടിച്ച് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ എല്ലാ ദിവസവും പപ്പ മമ്മി പാല് 70-ാമത്തെ വയസ്സിൽ പാലാ കുടിക്കുന്നത്. 80-ാമത്തെ വയസ്സിൽ കുറെ നാളായില്ലേ പാല് കുടിച്ചിട്ട്? മതി, കുറച്ച് കട്ടിയായ ആഹാരം ഒന്ന് കഴിക്ക്. കുറച്ച് കട്ടിയായത് അതെന്തിനാ? അത് നമ്മെ ആഴത്തിൽ ബന്ധം. അതാണ് പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതം മുഴുവൻ ഞാൻ ദൈവവചനത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഈ വചനത്തോട് പറയുന്ന എനിക്കൊരു കാര്യം ഞാൻ തിരുവനന്തപുരം ചെറുതായിട്ട് സൂചിപ്പിച്ചു. 1974 എന്റെ അമ്മ ഒരു തീരുമാനമെടുത്തത്. 1974 എന്നെ കിട്ടത്തില്ല, അത് മക്കളില്ല, 4 വർഷം. ഈ എന്റെ അമ്മ ഒരു തീരുമാനം അന്നെടുത്തെന്ന് അമ്മ പറയുന്നേ, എനിക്കൊരു ആണിനെ തന്നാൽ ഞാൻ നിന്റെ വേലയ്ക്ക് തന്നേക്കാം. ഈ അന്നത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അന്നൊക്കെ വളരെ കൂടുതലായിരുന്നു. ഒരാണിനെ കിട്ടി അയാളുടെ വലിയ കാര്യം പോലെ. പക്ഷെ ഇപ്പൊ വലിയ കാര്യമൊന്നും അല്ലത്. പിന്നെ അപ്പനും അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ അന്നൊരു വലിയ കാര്യമാണ്. എന്റെ അമ്മ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിച്ചു. പക്ഷെ അമ്മ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ വളർന്നു പഠിച്ചു. പക്ഷേ ഞാൻ പല മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു പ്രിയപ്പെട്ടവരെ. ജോലിയൊക്കെ ചെയ്തു. അതൊന്നും എന്നെ വിവരിക്കുന്നില്ല. ഞാനൊരു പ്രാവശ്യം ആശുപത്രി കിടക്കയിൽ, തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ ഞാൻ കിടക്കുമ്പോ എന്റെ മൂത്ത അമ്മാച്ചൻ, എന്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങളെ എന്റെ അമ്മയും തമ്മിൽ 20 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഒരു 4 വർഷം മുമ്പ് അപ്പച്ചൻ മരിച്ചു. ഈ അപ്പച്ചൻ
അന്ന് ഓടി, അന്ന് ഫോണില്ല. ഞാൻ ആശുപത്രി കിടക്കുമ്പോ അന്ന് അപ്പച്ചൻ ഓടി വന്നിട്ട് എന്റെ അമ്മയോട് ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പച്ചൻ പോയി. പറഞ്ഞത് വേറൊന്നുമല്ല, ആശുപത്രി ഇറങ്ങിയതിന് ശേഷം ഈ അപ്പച്ചൻ ഒന്ന് ചെന്ന് കാണണം. എന്താണെന്നറിയാം, എന്റെ വല്യപ്പച്ചൻ, അതായത് ലൂക്കോസ് ഉപദേശി, അപ്പച്ചൻ മരിച്ചതിന് ശേഷം അപ്പച്ചൻ അലമാരി ഒത്തിരി പുസ്തകങ്ങൾ ചെതലരിച്ചു. തടി അലമാരിയ, പഴയ പുസ്തകങ്ങളല്ലേ, എല്ലാം ചെതലരിച്ചു. ആ സമയങ്ങളിൽ വാങ്ങിച്ച ഒരു കറുത്ത പുസ്തകം അത് ചെതൽ പിടിച്ചില്ല. അതിനകത്ത് ഒരു കാര്യം അപ്പച്ചൻ എഴുതി വെച്ചു: ഞാൻ മരിച്ചതിന് ശേഷം ഈ പുസ്തകം എൻ്റെ കൊച്ചു മകൻ എൻ്റെ പേരെഴുതിയിട്ട് അത് അവൻ്റെ കയ്യിൽ കൊടുക്കണം. എൻ്റെ പൊന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പച്ചൻ എന്നോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഈ സുവിശേഷ വേലയ്ക്ക് പോകണോ, എന്നോട് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും എൻ്റെ അമ്മ മുഖാന്തരം പോലും എൻ്റെ അപ്പച്ചൻ അതിന് തുനിഞ്ഞിട്ടുമില്ല. പക്ഷെ ഞാൻ വേദനയോടെ പൊളഞ്ഞ രാത്രി ആ എഴുത്ത് എന്റെ ചങ്കിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു: കർത്താവേ, എന്നെ അവിടുന്ന് സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചാൽ എന്റെ വല്യപ്പച്ചൻ പിടിച്ച പുസ്തകം ഞാൻ പിടിച്ചുകൊള്ളാം. നിങ്ങളിവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇതിന്റെ മഹത്വം അറിയത്തില്ല, പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ പറയട്ടെ, I have a commitment to the light. എനിക്ക് വെളിച്ചം ഉദിച്ചു. കാരണം എന്താ? ഞാൻ ഇത്രയും കാലം കാണേണ്ടത് കാണാൻ കഴിയാതെ അന്ധകാരത്തിൽ ഇരുന്ന എനിക്ക് അവൻ നമുക്ക് വെളിച്ചമായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അന്ധകാരം മാറി, എനിക്ക് കാണേണ്ടത് കാണാൻ കഴിഞ്ഞു. അതെന്തുകൊണ്ടാ? അതുകൊണ്ട് I have a commitment to the light. വെളിച്ചത്തോട്. അതുകൊണ്ട് ആ പുസ്തകം കുറച്ച് നാൾ ഉപയോഗിച്ചു. അതൊരുമാതിരി ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത പലവുമായതുകൊണ്ട് ഞാൻ ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. കാരണം അത് വളരെ ചെറിയ എഴുത്താണ്, പഴയ കാലത്ത് ഒരു പ്രിന്റിംഗ് ആണ്. അപ്പൊ അതെനിക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്റെ വീട്ടിലിരിപ്പുണ്ട് ആ പുസ്തകം. ഞാൻ എല്ലാ ദിവസവും എടുത്ത് വായിക്കും പ്രഭാതത്തിൽ. കൊണ്ടുപോകുന്ന മറ്റൊരു പുസ്തകമാണ്, വേദപുസ്തകം തന്നെ, വേറൊരു പുസ്തകം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളോടുള്ള ദൈവജനത്തിന്റെ രണ്ടാമത്തെ വ്യക്തത ഞാൻ പറയുന്നത് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്. വെളിച്ചത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത. എന്താ ആ വെളിച്ചത്തോടുള്ള പ്രതിബദ്ധത? ഞാൻ പറഞ്ഞു, ഒന്നത് അരയ്ക്ക് കിട്ടുമ്പോൾ അത് എന്നെ സൂക്ഷിക്കും, എന്നെ പിടിക്കും. മറുവശത്ത് അത് ഒരു വാളാകുമ്പോൾ ഞാനത് മുറുകെ പിടിക്കും. സ്തോത്രം. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ? ആ വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടല്ല, വായി തോന്നിയത് മുഴുവനും ഒന്ന് വിളിച്ചു പറയുക അല്ല. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്നതിന് പ്രസംഗ ശാസ്ത്രമുണ്ട്, വചനത്തിന്റെ ഒരു കീഴ്പ്പെടലുണ്ട്, ജീവിതം എല്ലാം അതിനോട് ചേർത്ത് വരും. അതുകൊണ്ട് പോകട്ടെ, ഒരു കാര്യമുണ്ട്, നമ്മെ മുറുകെ പിടിക്കുകയും നാം മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ കണ്ടോ, അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ വഴുതി പോകാൻ ഈ വചനം ഒരു കാലത്ത് ഒന്നെനിക്ക് ബെൽറ്റല്ലേ, മറ്റൊന്ന് ഞാൻ മുറുകെ പിടിക്കില്ലേ. അങ്ങനെയാണ് എനിക്ക് വീഴാൻ സാധ്യതയുണ്ടോ? ഇല്ല. അനേക മഹാന്മാർ ദൈവവചനം എടുത്ത പലരും വീണു പോയത് എന്തുകൊണ്ടാ? അത് അരക്ക് കെട്ടി അത് മുറുകെ പിടിക്കാത്തതുകൊണ്ട്, അവർ വാളിനെ മുറുകെ പിടിക്കാത്തതുകൊണ്ട്, ആശ്രയിക്കാത്തതുകൊണ്ട് വീണുപോയി. മരണപ്പെട്ടതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, വീണുപോയി. സാക്ഷ്യം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഈ അരയ്ക്ക് ഈ വചനം കെട്ടുകയും വാളായി ഞാൻ മുറുകെ പിടിക്കുകയും ചെയ്യുമ്പോൾ ഈ വചനത്തോട് എനിക്കൊരു പ്രതിബദ്ധതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഞാൻ എടുപ്പിക്കുന്നില്ല, സമയമായാലോ ഞാൻ എടുപ്പിക്കുന്നില്ല. കാരണം എന്നാ? കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. ഏത് നിമിത്തമാ? നിങ്ങളോട് സംസാരിച്ച വചനം
സോ ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് എ ക്ലെൻസിംഗ് പവർ. നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അത് കേൾക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന പലരും കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ യു ആർ ക്ലെൻസ്ഡ്. നിങ്ങൾ ശുദ്ധിയുള്ളവർ തന്നെ. കാരണം എന്താ? ശുദ്ധിയുള്ള നിർമ്മല വചനം, നിർമ്മല സുവിശേഷം അതേപോലെ സ്വീകരിച്ചാൽ അതിനകത്ത് നമ്മുടെ അശുദ്ധിയെ അടിച്ചു കളയും. അതായത് നമ്മുടെ ശരീരത്തിനകത്തോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വചനം നമ്മെ ശുദ്ധിയുള്ളതാക്കി തീർക്കും. സോ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്. 14-ാമത്തെ വാക്യം, റോമാലേഖനം 13-ന്റെ 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കാമോ? മൈക്കില്ലേ? അങ്ങോട്ടെ, സാരിയില്ല. ഞാൻ ഓർത്തത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉള്ളൂ ഇങ്ങനെ ആളുകൾ കേൾവിക്കാരായിട്ട് ഇരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടെ ഒരു ഇത് കാണണമെന്ന എൻ്റെ ഒരു ചിന്ത. ഏതായാലും അത് മനസ്സിലായി, ഇല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം 14-ാമത്തെ വാക്യം, അതിന്റെ 13-ന്റെ 14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുക. 3-ാമത്തെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലോർഡ്, കർത്താവ്. ഈ 13-14 വാക്യമുണ്ടല്ലോ, ഇത് സഭയുടെ ചരിത്രത്തിലെ നിർണായക പങ്ക് വഹിച്ചൊരു വാക്യമാണ് ഈ 13-14 വാക്യം. നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. വായിച്ച് ചെറിയ ഒരു കാര്യമേ ഞാൻ പറയത്തുള്ളൂ. 13-14. പകൽ സമയത്ത് എന്നപോലെ നാം മര്യാദയായി നടക്ക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനഭോഗങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ. നിങ്ങൾ എവിടെയെങ്കിലും ഇതിന് കേട്ടിട്ടുണ്ടോ ഈ കാര്യം? ഇല്ല. അവിടെ ചില പദങ്ങൾ കണ്ടോ വായിക്കുന്നത്? അല്ല, 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 അല്ല. കണ്ടോ അല്ലേ? ചില പദങ്ങൾ കണ്ടോ? എന്താ വായിക്കുന്നത്? വെറുക്കൂത്തിലും മദ്യപാനത്തിലും അല്ല, ശയനഭോഗങ്ങളിലും ദുഷ്കാമങ്ങളിലും അല്ല. കണ്ടോ? ചില പദങ്ങൾ കണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് AD 386 AD. എന്താ? അന്ന് സഭയുടെ ഒരു പിതാവുണ്ട്, സെന്റ് അഗസ്റ്റിൻ, വിശുദ്ധനായ അഗസ്റ്റിൻ, സഭയുടെ ഒരു പിതാവ്. പ്രിയപ്പെട്ടവരെ, ജൂലൈ മാസത്തിലാണ് ഈ വചനം തന്റെ ജീവിതത്തെ സ്പർശിക്കുകയും തന്റെ അമ്മ 20 വർഷം പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഗസ്റ്റിനെ ദൈവത്തിന്റെ വചനം തൊട്ട വാക്യമാണ് ഈ വാക്യം. ഏത്? ഈ റോമാലേഖനം അതിന്റെ 13-ാം അധ്യായം 13-14. അതുപോലെ ജീവിച്ചു വന്ന ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ ചരിത്രത്തിലുള്ള കാര്യമായി പറയുന്നത് അതുപോലെ എഴുതി ആ വാക്യം വായിച്ചപ്പോൾ തന്റെ ചങ്കിനെ വലിച്ചു കീറി. അന്ന് പ്രിയപ്പെട്ടവരെ, ഇത് ചരിത്രം പഠിച്ചവർക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ സൺഡേ സ്കൂളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാമല്ലോ ഈ ഒരു കാര്യം. എന്താ അവിടെ നടന്നത്? ഈ മനുഷ്യൻ ഒരു പൂന്തോട്ടത്തിൽ വെച്ചാണ് ഒരു തീരുമാനമെടുക്കുന്നത്. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നോട് ഇടപെടാൻ തുടങ്ങി. ആരാണ് തന്നോട് ഇടപെട്ടത്? തന്നെ വാഴ്ത്തപ്പെട്ട കർത്താവ്. പ്രിയപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ച്, നമ്മളൊരു കാര്യമുണ്ട്, ഇതെടുത്ത് വായിക്കുമ്പോൾ ഈ വിശുദ്ധ അഗസ്റ്റിൻ അന്ന് വിശുദ്ധനായിരുന്നില്ല, എന്നാൽ തന്റെ ജീവിതത്തിൽ വായിച്ചത് അല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല. അത് പല പ്രാവശ്യം തന്റെ ജീവിതത്തോട് ഇടപെട്ടു. താനൊരു തീരുമാനം, ഞാൻ ചരിത്രം പറയുന്നില്ല, ആ തീരുമാനം ഏറ്റെടുത്തു. ആ തീരുമാനം ഏറ്റെടുത്തത് കൊണ്ട് സ്വർഗം കൈകണ്ട് ഞാനും നിങ്ങളും ആ അഗസ്റ്റിനെ വിശുദ്ധനായ അഗസ്റ്റിനായി നമ്മൾ പ്രഖ്യാപിക്കുക.
He became Saint Augustine. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം വീട്ടിലോട്ട് തിരിച്ചു പോകുമ്പോൾ ഓർക്കണം. പാപത്തിന്റെ ബാഹുല്യം നിമിത്തം കർത്താവിന്റെ അടുത്തു വരാൻ കഴിയാതിരുന്ന എനിക്കുന്നുണ്ട്. ഈ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകി വിശുദ്ധനാക്കി തീർത്തപ്പോൾ ഞാൻ എന്റെ കർത്താവിനോട് എത്രത്തോളം ഞാൻ കമ്മിറ്റ്മെന്റ് ഉള്ളവനാണ്. അതേ, ഇനി ഉറങ്ങാൻ സമയമില്ല, നാഴിക വന്നിരിക്കുന്നു. നമ്മുടെ കർത്താവ് അനേക രക്ഷയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അഗസ്റ്റിനെ വിശുദ്ധനാക്കി തീർത്തു എങ്കിൽ, എന്നെ ഒരു സുവിശേഷ വേലക്കാരനാക്കി തീർത്തു എങ്കിൽ, അനേകം ആളുകളെ ഇന്നും വിളിക്കുന്നു എങ്കിൽ, ഈ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ. അവിടുന്ന് മരണപ്പെട്ടവൻ മാത്രമല്ല, മരണത്തെ പേടിച്ചവളും ഉയർത്തെഴുന്നേറ്റവനാ. ആ കർത്താവ് ഇന്നും അനേകരെ രൂപാന്തരപ്പെടുത്തുന്നു, വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, ഇതെടുത്ത് വായിച്ചു പ്രിയപ്പെട്ടവരെ. അത് ഈ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞൊരു വാക്കുണ്ട്. അയ്യോ, അതിന്റെ അസ്ഥികളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, സുവിശേഷം ഏത് മനുഷ്യന്റെയും അസ്ഥികളെ തുളച്ച് കയറി ചെല്ലുന്നിടം വരെ തുളച്ചു കയറുന്ന വചനമാണ് വേദപുസ്തകം എഴുതി തരുന്നുണ്ട്. അത് പ്രാണനെയും സന്ധിമജ്ജകളെയും തുളച്ചു കയറുന്നതാണ്. ആ വചനം വിശുദ്ധ അഗസ്റ്റിന്റെ സന്ധിമജ്ജകളെ തുളച്ചു കയറി ആ മനുഷ്യൻ സഭാപിതാവായി മാറിയെങ്കിൽ, എന്നെ വിളിച്ചുവെങ്കിൽ, അനേകരെ വിളിച്ചുവെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരും ബിഷപ്പൊക്കെ ആ വിളി കേട്ടത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലോർഡ്. കാരണം എന്തുകൊണ്ടാണ്? അവിടുത്തെ സ്വന്തം രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ഒന്ന്, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലവ്. രണ്ട്, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലൈറ്റ്, വെളിച്ചത്തോട്. മൂന്ന്, കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ലോർഡ്, എന്നെ സ്നേഹിച്ചവൻ. അതുകൊണ്ട് പാട്ടുകാരൻ ഒരു പാട്ട് പാടി. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്റെയും വീണ്ടെടുത്തു, ചങ്കോടച്ചവരെ നിന്നിൽ ഞാൻ ചാടിയിടുന്നു. ചെറുപണം. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്റെയും വീണ്ടെടുത്തു, ചങ്കോടച്ചവരെ നിന്നിൽ ഞാൻ. ഞാനൊരു പാട്ട് പാടുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ഞാന് ഈ വഴിനീളെ സുവിശേഷം പറയും. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയാണ്. എനിക്ക് ആരും ഒന്നും തരാനില്ല. ഞാൻ എന്നെ കണ്ട എന്റെ കർത്താവ് എന്നെ അന്ന് തൊട്ടിന്നുവരെയും പോറ്റി പരിപാലിക്കുമ്പോൾ ആ വിളിയെ ഞാൻ ഉറപ്പിച്ചത്. ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് അപ്പച്ചൻ നേരിട്ട് കണ്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അപ്പച്ചനൊരു ബോധ്യമുണ്ടായിട്ടുണ്ടാവാം, ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഈ കർത്താവിനെ കണ്ടെത്തും. ആ കണ്ടെത്തുമ്പോൾ അവനിത് ചുമക്കും എന്ന് അപ്പച്ചൻ അന്ന് കണ്ടിട്ടുണ്ടാവും. യെസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചങ്കിലെ ചോര കൊണ്ട് എന്നെ അവൻ വീണ്ടെടുത്തുവെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ചോദിച്ചാൽ, എൻ്റെ അപ്പച്ചൻ പല്ല് കഥാപ്രസംഗം നടത്തുന്ന ഒരാളാണ്. ഈ മൈക്കിൾ ജോൺ തിരുമേനി അന്നോട് പറഞ്ഞു, നിന്റെ അപ്പച്ചനും ഞാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കഥാപ്രസംഗം എന്ന് പറഞ്ഞ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ എടുത്ത് അതിന് കഥാപ്രസംഗ രൂപത്തിൽ കൊണ്ടുവന്ന് അന്നത്തെ അന്ന് മൈക്കില്ല, ഒരു സാമാനുമില്ല, അന്ന് പാട്ടൊക്കെ ഉണ്ടാക്കി അന്ന് ഒരു ഭാഗം അങ്ങോട്ട് വിശദീകരിക്കുന്ന രീതി ഒരു പ്രാവശ്യം ഞാൻ അപ്പച്ചനെ അത് കാണിച്ചു തരാം. ഈ ചെറുപ്പത്തിലായതുകൊണ്ട് ഈ അപ്പച്ചൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഈ അപ്പച്ചനടുത്ത് പോയി താമസിക്കും. പഴയ പാട്ടുകൾ മുഴുവനും
എന്റെ അറിവിൽ ഞാൻ ഒരു 350 എണ്ണം ഈ ചിപ്പിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടത് നമ്മുടെ ഇന്നത്തെ മൊബൈലിലെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്താൽ പോകത്തില്ല. അത് ബാക്കപ്പ് സ്റ്റോറിൽ ഇങ്ങനെ കിടന്നു. പഴയ പാട്ടാണിത്. ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടടച്ചവരെ. അച്ഛനല്ല അസാധ്യ സാധനം കേട്ടോ. ചങ്കിലെ ചെറുപടം, ചങ്കിലെ ചോര കൊണ്ട് അവൻ എന്നെയും വീണ്ടെടുത്തു, ചങ്കോടടച്ചവരെ. അടുത്ത പാട്ടെന്താണെന്നറിയാമോ? കാൽവരി ക്രൂശിൽ നിന്നും ദാഹിച്ചു വെള്ളം കേളൂ. ഈ ഹൗളി ഇരിക്കാതെ ദൈവം എന്നെ ഉപദ്രവിക്കരുത്. എന്റെ ഹംബിൾ റിക്വസ്റ്റ്, ഹൗളി ഇരിക്കരുത്. പ്രിയപ്പെട്ട ഒരു കാര്യം ഓർത്തോണം, വളരെ ശക്തമായിട്ടുള്ള ദൈവവചനമാണ്. അതെന്താ പറയുന്നത്? ആ കാൽവരി ക്രൂശിൽ നിന്ന് ദാഹിച്ചു വെള്ളം കേളൂ. അടുത്തറിയാമോ? ചങ്കിന്തയില്ലാതെ കൈപ്പൂ കാടി കൊടുത്തു. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കരയുക. എനിക്ക് വേണ്ടി അവിടുത്തെ രക്തം കൊടുത്ത് എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവിനോട് ഐ ഹാവ് എ കമ്മിറ്റ്മെന്റ്. നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നിരിക്കുന്നു. ഇനി ഉറങ്ങുന്നവരുടെ ഉയർത്തെഴുന്നേൽക്ക്, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. കണ്ണുകളടയ്ക്കാം.